ഗുഡ് മോർണിംഗ് USA കാനഡ. ആനന്ദ് ന്യൂസിലേക്ക് സ്വാഗതം. കൂടുതൽ വിമാന കമ്പനികൾ കാനഡയിലേക്ക് വരണമെന്ന് കനേഡിയൻ യാത്രക്കാർ. ഇനിയൊരു വിമാന സമരം കൂടി താങ്ങാനുള്ള ശേഷി കാനഡക്കാർക്കില്ല. അവധിക്കാല യാത്രകളടക്കം എയർ കാനഡ സമരത്തിൽ താറുമാറായതോടെ കാനഡയിലെ ബിസിനസ് അടക്കം മേഖലകളിലെ പ്രവർത്തനങ്ങൾ താളം തെറ്റി. ഇതോടെ എയർ കാനഡയുടെ കുത്തക അവസാനിപ്പിക്കണമെന്ന ആവശ്യം ശക്തമാവുകയാണ്. എയർ കാനഡയിലെ ഫ്ലൈറ്റ് അറ്റൻഡർമാരുടെ സമരത്തിന് പിന്നാലെ രാജ്യത്തെ വ്യോമയാന മേഖലയിൽ വിദേശ കമ്പനികളുടെ സാന്നിധ്യം വർദ്ധിപ്പിക്കേണ്ടതിന്റെ ആവശ്യകത വർദ്ധിച്ചു വരുന്നതായി വിലയിരുത്തൽ. എയർ കാനഡയും ജീവനക്കാരും തമ്മിൽ നിലനിൽക്കുന്ന തൊഴിൽ തർക്കത്തിൽ ഫെഡറൽ ഗവൺമെന്റ് വിദഗ്ധരുടെ ഉപദേശം തേടിയിട്ടുണ്ട് എന്നാണ് റിപ്പോർട്ട്. കാനഡയുടെ എയർലൈൻ വ്യവസായത്തിൽ മത്സര അന്തരീക്ഷം വർദ്ധിപ്പിക്കേണ്ടതിന്റെ ആവശ്യകതയാണ് നിലവിലെ സമരം ചൂണ്ടിക്കാട്ടുന്നതെന്നും വിദഗ്ധർ ചൂണ്ടിക്കാട്ടുന്നു. സമരത്തെ തുടർന്ന് ബിസിനസ് അല്ലെങ്കിൽ വ്യക്തിപരമായ ആവശ്യങ്ങൾക്കായി വിമാനയാത്ര ചെയ്യുന്ന ലക്ഷക്കണക്കിന് കനേഡിയക്കാരുടെ യാത്രാ പദ്ധതികൾ താറുമാറായി. കൂടാതെ കാനഡയുടെ സമ്പദ് വ്യവസ്ഥയ്ക്കും സമരം കനത്ത ആഘാതം ഏൽപ്പിച്ചിട്ടുണ്ട്. പണിമുടക്കിന് പുറമെ കാനഡയിലെ എയർലൈൻ വ്യവസായത്തിന്റെ അവസ്ഥയിൽ പൊതുജനങ്ങൾക്ക് വ്യാപകമായ അതൃപ്തിയുണ്ട് എന്നാണ് വോട്ടെടുപ്പുകൾ കാണിക്കുന്നത്. സോഷ്യൽ മീഡിയയിൽ അമേരിക്കൻ വിരുദ്ധത വാരി നിറച്ച ശേഷം വേറെങ്ങും ജോലി കിട്ടാതാകുമ്പോൾ അമേരിക്കയിലേക്ക് പറക്കാൻ ശ്രമിക്കുകയും പിന്നീട് അവിടെ പൗരത്വം നേടാൻ ശ്രമിക്കുകയും ചെയ്യുന്നവരുടെ ശ്രദ്ധയ്ക്ക്. ഇനി അമേരിക്കയിൽ അത് നടക്കില്ല. നിങ്ങളുടെ സോഷ്യൽ മീഡിയയിലെ ഭൂതകാലം വരെ ചികയും അധികൃതർ. കുടിയേറ്റക്കാരുടെ പൗരത്വത്തിൽ തീരുമാനമെടുക്കുന്നതിന് മുൻപ് അമേരിക്കയിൽ ജോലി ചെയ്യവേ ആ രാജ്യത്തിനെതിരെ എഴുതി കൂട്ടുന്നവരും കുടുങ്ങും. അമേരിക്കൻ ജീവിതം സ്വപ്നം കാണുന്ന കുടിയേറ്റക്കാർ, അത് ഇന്ത്യക്കാരായാലും പാകിസ്ഥാൻകാരായാലും ഏത് രാജ്യക്കാരായാലും, അവർ അമേരിക്കക്കെതിരെ തങ്ങളുടെ സമൂഹ മാധ്യമങ്ങളിൽ എന്തൊക്കെ എഴുതി തള്ളുന്നുവെന്ന് അത് ചെയ്യുമ്പോൾ ഒന്ന് സൂക്ഷിക്കണം. കാരണം അങ്ങനെ അമേരിക്കൻ വിരുദ്ധത എഴുതി നിറച്ച സോഷ്യൽ മീഡിയയുടെ ഉടമകളാണെങ്കിൽ നിങ്ങൾക്ക് ഒരു തരത്തിലും US വിസ ലഭിക്കുകയോ അല്ലെങ്കിൽ നിങ്ങൾ US കുടിയേറ്റക്കാരനായിരിക്കെ അവിടുത്തെ പൗരത്വം ലഭിക്കുകയോ ചെയ്യില്ല. അതിപ്പോൾ വീണ്ടും ട്രംപിന്റെ ഭരണകൂടം ഒന്നുകൂടി ഉറപ്പിച്ചിരിക്കുകയാണ്. ധാർമ്മികമായ സ്വഭാവം കുടിയേറ്റക്കാർക്ക് US പൗരത്വം ലഭിക്കാൻ ഉണ്ടാകണമെന്നാണ് ഇപ്പോൾ ട്രംപിന്റെ ഉദ്യോഗസ്ഥരും പറയുന്നത്. അങ്ങനെ കൂടുതൽ കുടിയേറ്റക്കാരെ ബുദ്ധിമുട്ടിക്കുന്ന നിയമങ്ങളാണ് ഇപ്പോൾ ട്രംപ് ഭരണകൂടം പുറത്തിറക്കിയിരിക്കുന്നത്. അപേക്ഷകരുടെ പെരുമാറ്റം, മൂല്യങ്ങൾ, സാമൂഹിക ബന്ധങ്ങൾ ഇതൊക്കെ അരിച്ചു കലക്കി കഷായമാക്കി കുടിക്കും US ഇമിഗ്രേഷൻ ഉദ്യോഗസ്ഥർ. വിസ നൽകി കഴിഞ്ഞാലും അവർക്ക് പൗരത്വം നൽകണമോ വേണ്ടയോ എന്ന് തീരുമാനിക്കുന്നതിന് വേണ്ടിയിട്ട്. അതുകൊണ്ട് തന്നെ അപേക്ഷകരുടെ ധാർമ്മിക സ്വഭാവം, അതിനായി അവരുടെ സോഷ്യൽ മീഡിയ വളരെ വ്യക്തമായി പരിശോധിച്ച് US സിറ്റിസൺസ് ആൻഡ് ഇമിഗ്രേഷൻ സർവീസ് വ്യക്തമായ നിലപാടെടുക്കും. ആ ക്ലിയറൻസ് ഉണ്ടെങ്കിൽ മാത്രമേ അവർക്കിനി US പൗരത്വത്തിനുള്ള അപേക്ഷ പോലും മുന്നോട്ട് നീക്കാനാകുള്ളൂ. അമേരിക്കൻ വിരുദ്ധത എന്തെങ്കിലും സോഷ്യൽ മീഡിയയിൽ കണ്ടാൽ പിന്നെ നോക്കണ്ട, അവർക്ക് പൗരത്വം ലഭിക്കുകയുമില്ല. അമേരിക്കൻ ജീവിതം സ്വപ്നം കാണുന്നവർ അങ്ങനെ രാജ്യത്തിനെതിരെ ഒരു വരി പോലും ഇനി എഴുതില്ല എന്ന് ഉറപ്പാക്കുക കൂടിയാണ് US അധികൃതർ. രാജ്യത്തിന്റെ നിയമപരമായ കുടിയേറ്റത്തിന് മേൽനോട്ടം വഹിക്കുന്ന NCI USCIS പുറപ്പെടുവിച്ച ഇമിഗ്രേഷനിലേക്കുള്ള പ്രവേശനം കർശനമാക്കുന്ന വ്യവസ്ഥകൾ ട്രംപ് ഭരണകൂടത്തിന്റെ അവസാനത്തെ കുടിയേറ്റക്കാർക്കെതിരെയുള്ള ആണിയടി കൂടിയാണ്. കഴിഞ്ഞ ആഴ്ച സുരക്ഷാ വകുപ്പ് പുറത്തിറക്കിയ പൗരത്വ മാനദണ്ഡങ്ങൾ പുതുക്കിയതിൽ അപേക്ഷകർ സമൂഹത്തിന് നന്നായി സംഭാവന ചെയ്യണം, നല്ല വിദ്യാഭ്യാസം നേടണം, അവരുടെ ജോലി നിലനിർത്തണം, കൃത്യസമയത്ത് നികുതി അടയ്ക്കണം. ഇതൊക്കെ ധാർമ്മിക സ്വഭാവം പരിഗണിക്കുന്നതിൽ ഉൾപ്പെടും. US പൗരത്വം എന്നാൽ പൗരത്വത്തിന്റെ സുവർണ നിലവാരമാണെന്നും ലോകത്തെ ഏറ്റവും മികച്ചവർക്ക് മാത്രമേ അത് നൽകാനാകൂ എന്നാണ് ഇപ്പോൾ ട്രംപ് ഭരണകൂടത്തിന്റെ പിടിവാശി. അമേരിക്കയിലെ ഏറ്റവും പുതിയ പൗരന്മാർ അമേരിക്കയുടെ ചരിത്രം, സംസ്കാരം, ഭാഷ എന്നിവ സ്വീകരിക്കുക മാത്രമല്ല ഇതിലൊക്കെ ഊന്നിയ ധാർമ്മിക സ്വഭാവം പ്രകടിപ്പിക്കുക കൂടി വേണമെന്നാണ് US സിറ്റിസൺഷിപ്പ് ആൻഡ് ഇമിഗ്രേഷൻ സർവീസിന്റെ വക്താവ് മാത്യു ട്രാഗ്രസർ പറയുന്നത്. ചൊവ്വാഴ്ച പുറത്തിറക്കിയ മാർഗനിർദ്ദേശത്തിൽ US-ലുള്ളവർ ഉൾപ്പെടെയുള്ള അപേക്ഷകർ ഓൺലൈനിൽ അമേരിക്കൻ വിരുദ്ധ ആശയങ്ങൾ പ്രചരിപ്പിച്ചിട്ടുണ്ടോ എന്ന് ആദ്യമേ തന്നെ സ്ക്രീൻ ചെയ്യും. അങ്ങനെ അവർ ധാർമ്മികതയുള്ള വ്യക്തിയാണോ അല്ലേ എന്ന് ഉടൻ തന്നെ കണ്ടെത്തും. എന്നിട്ടാകും ആ അപേക്ഷ മറ്റു തുടർ നടപടികൾക്കായി പ്രോസസ് ചെയ്യുക. ഗ്രീൻ കാർഡുകൾ ഉൾപ്പെടെയുള്ള കുടിയേറ്റ ആനുകൂല്യങ്ങൾക്ക് അപേക്ഷകർ അമേരിക്കൻ വിരുദ്ധ, തീവ്രവാദ, സെമിറ്റിക് വിരുദ്ധ വീക്ഷണങ്ങളെ അംഗീകരിക്കുകയോ പ്രോത്സാഹിപ്പിക്കുകയോ ചെയ്യുന്നുണ്ടോ എന്ന് കർശനമായി പരിശോധിക്കും. സോഷ്യൽ മീഡിയ പരിശോധനയ്ക്ക് വിധേയമാകുന്ന അഭ്യർത്ഥനകളുടെ തരങ്ങൾ വിപുലീകരിച്ചിട്ടുണ്ടെന്നും അമേരിക്കൻ വിരുദ്ധ പ്രവർത്തനത്തെക്കുറിച്ചുള്ള അവലോകനങ്ങൾ ഇനി കർശനമാക്കുമെന്നുമാണ് USCIS തങ്ങളുടെ ഒരു പ്രസ്താവനയിൽ അറിയിച്ചിരിക്കുന്നത്. അമേരിക്കയുടെ ആനുകൂല്യങ്ങൾ ഈ രാജ്യത്തെ വെറുക്കുകയും അമേരിക്കൻ വിരുദ്ധ പ്രത്യയശാസ്ത്രങ്ങൾ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുന്നവർക്ക്
ഒരു കാരണവശാലും നൽകാൻ പാടില്ലെന്ന് ട്രംപ് കർശന നിർദ്ദേശവും നൽകിയിട്ടുണ്ട്. ഈ മാസം ആദ്യം അധ്യാപക ക്ഷാമം നേരിടുന്ന ഒക്ലഹോമ സംസ്ഥാനത്ത് ജോലിക്ക് അപേക്ഷിക്കുന്ന ന്യൂയോർക്കിൽ നിന്നും കാലിഫോർണിയയിൽ നിന്നുമുള്ള ഇടതുപക്ഷ വീക്ഷണമുള്ള അധ്യാപകരെ ഒഴിവാക്കുമെന്ന് പ്രഖ്യാപിച്ചിരുന്നു. ഇവർക്ക് ഈ സംസ്ഥാനത്ത് നിന്നുള്ള അധ്യാപക അപേക്ഷകർക്ക് അവരുടെ സർട്ടിഫിക്കേഷൻ പൂർത്തിയാക്കാൻ പൗരാവകാശ പരീക്ഷ, അതായത് അമേരിക്കയിലെ നിയമങ്ങൾ, ധർമ്മം, സംസ്കാരം ഇവയെക്കുറിച്ചുള്ള വ്യക്തമായ അവബോധമുണ്ടോ എന്നറിയാൻ പരീക്ഷ നടത്തുമെന്ന് നേരത്തെ തന്നെ വ്യക്തമാക്കിയിരുന്നു. US-ൽ താമസമുള്ള ഗ്രീൻ കാർഡുള്ള നിയമപരമായ കുടിയേറ്റക്കാർക്ക് ഇംഗ്ലീഷ് പൗരാവകാശ പരിശോധനകളിൽ വിജയിച്ചിരിക്കണം. പിന്നെ അവർ തങ്ങളുടെ ജീവിതകാലത്തുടനീളം സമൂഹ മാധ്യമങ്ങളിൽ ഇതുവരെ ധാർമ്മിക സ്വഭാവവും പ്രകടിപ്പിക്കണം. പിന്നെ അവരുടെ സോഷ്യൽ മീഡിയ ക്ലീൻ ആയിരിക്കണം. അമേരിക്കൻ അനുകൂല എഴുത്തുകളായിരിക്കണം അതിലുണ്ടാകേണ്ടത്. സ്വന്തം രാജ്യത്തെ പ്രകീർത്തിച്ചും അമേരിക്കയെ എതിർത്തുമൊക്കെ എഴുതിയാലും കുടുങ്ങുമെന്ന് ഉറപ്പാണ്. US അധികാര പരിധിയിലുള്ള അന്താരാഷ്ട്ര ക്രിമിനൽ കോടതി ICCയുടെ സ്വത്തുക്കൾ മരവിപ്പിച്ചു. ഉപരോധം ഏർപ്പെടുത്തി ട്രംപ് ഭരണകൂടം. ഒരു നിഷ്പക്ഷ നീതിന്യായ സ്ഥാപനത്തിന്റെ സ്വാതന്ത്ര്യത്തിനെതിരായ നഗ്നമായ ആക്രമണം എന്ന് ICC മരവിപ്പിക്കലിനെ അപലപിച്ചു. ഉപരോധങ്ങളെ ICCയും ഐക്യരാഷ്ട്രസഭയും ഉടനടി അപലപിച്ചു. അതേസമയം സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോ പ്രഖ്യാപിച്ച ഉപരോധ നീക്കത്തെ ഇസ്രായേൽ സ്വാഗതം ചെയ്തു. 2 ജഡ്ജിമാരും 2 പ്രോസിക്യൂട്ടർമാരും ഉൾപ്പെടെ 4 ICC ഉദ്യോഗസ്ഥർക്കെതിരെ US സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റ് ബുധനാഴ്ച പുതിയ ഉപരോധങ്ങൾ പ്രഖ്യാപിച്ചു. അമേരിക്കക്കാരെയും ഇസ്രയേലികളെയും പ്രോസിക്യൂട്ട് ചെയ്യുന്നതിനുള്ള ശ്രമങ്ങളിൽ അവർ നിർണായക പങ്ക് വഹിച്ചുവെന്ന് പറഞ്ഞു. അടുത്ത വർഷത്തെ US പ്രതിനിധി സഭയിലേക്കുള്ള തെരഞ്ഞെടുപ്പിൽ റിപ്പബ്ലിക്കന്മാർക്ക് മുൻതൂക്കം നൽകുന്നതിന് രൂപകൽപ്പന ചെയ്ത പുതിയ കോൺഗ്രസ് തെരഞ്ഞെടുപ്പ് അതിർത്തി ഭൂപടങ്ങൾക്ക് ടെക്സസ് നിയമസഭാംഗങ്ങൾ അംഗീകാരം നൽകി. വോട്ടെടുപ്പ് തടസ്സപ്പെടുത്താനും പുനർവിഭജന പദ്ധതികൾക്കെതിരെ പിന്തുണക്കാരെ അണിനിരത്താനും ഡെമോക്രാറ്റുകളുടെ 2 ആഴ്ചത്തെ ശ്രമങ്ങൾക്കു ശേഷം ടെക്സസ് പ്രതിനിധി സഭയിലെ റിപ്പബ്ലിക്കന്മാർ 82-52 വോട്ടുകൾക്ക് പുതിയ വോട്ടിംഗ് ലൈനുകൾ പാസാക്കി. ടെക്സസ് സെനറ്റിൽ ചർച്ചയ്ക്കെത്തുന്ന ഭൂപടം വേഗത്തിൽ അംഗീകരിക്കപ്പെടുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ടെക്സസ് പുതിയ വോട്ടിംഗ് മാപ്പുകൾ ആസൂത്രണം ചെയ്യാൻ തുടങ്ങിയതിനു ശേഷം ഫ്ലോറിഡ, ന്യൂയോർക്ക്, ഒഹായോ, മിസോറി എന്നിവ ഉൾപ്പെടെ 2 രാഷ്ട്രീയ പാർട്ടികളുടെയും നിയന്ത്രണത്തിലുള്ള മറ്റു സംസ്ഥാനങ്ങൾ സമാനമായ മാറ്റങ്ങൾ വരുത്തിക്കൊണ്ടിരിക്കുകയാണ്. വാഷിംഗ്ടൺ DC-യിൽ പാർട്ടിയുടെ US ഹൗസ് ഭൂരിപക്ഷം വർദ്ധിപ്പിക്കുന്ന 5 പുതിയ റിപ്പബ്ലിക്കൻ ചായ്വുള്ള സീറ്റുകളാണ് ഇതിലൂടെ സൃഷ്ടിക്കുന്നത്. ഡെമോക്രാറ്റിക് നേതൃത്വത്തിലുള്ള സംസ്ഥാനങ്ങൾ ടെക്സസിലെ സീറ്റുകൾക്ക് പകരം കണ്ടെത്താൻ സ്വന്തം രൂപരേഖകൾ സൃഷ്ടിക്കാനുള്ള ശ്രമങ്ങളാണ് നടത്തുന്നത്. മധ്യ അമേരിക്കയിൽ നിന്നും നേപ്പാളിൽ നിന്നുമുള്ള 60,000 കുടിയേറ്റക്കാർക്ക് താൽക്കാലിക സംരക്ഷണം ഏർപ്പെടുത്തിയ കീഴ്ക്കോടതി ഉത്തരവ് തൽക്കാലം നിർത്തിവെച്ച് US ഫെഡറൽ അപ്പീൽ കോടതി. ഇതോടെ ഓഗസ്റ്റ് 5-ന് താൽക്കാലിക സംരക്ഷിത പദവി കാലാവധി കഴിഞ്ഞാൽ നേപ്പാളിൽ നിന്നുള്ള ഏകദേശം 7,000 പേരെ രാജ്യത്തു നിന്നും നീക്കം ചെയ്യാൻ റിപ്പബ്ലിക്കൻ ഭരണകൂടം നടപടിയെടുക്കും. 51,000 ഹോൺഡ്രാൻമാരുടെയും 3,000 നിക്കരാഗക്കാരുടെയും TPS പദവികളും നിയമപരമായ പദവിയും സെപ്റ്റംബർ 8-ന് കാലഹരണപ്പെടും. ആ ഘട്ടത്തിൽ അവരെയും നീക്കം ചെയ്യാൻ ഫെഡറൽ സർക്കാരിന് സാധിക്കും. സാൻ ഫ്രാൻസിസ്കോയിലെ 9ാമത്തെ US സർക്യൂട്ട് കോടതി നൽകിയിരുന്ന അടിയന്തര സ്റ്റേ ആണ് കോടതി നീക്കിയത്. ഹോണ്ടുറാസ്, നിക്കരാഗ, നേപ്പാൾ എന്നിവിടങ്ങളിൽ നിന്നുള്ള ആളുകൾക്ക് താൽക്കാലിക സംരക്ഷിത പദവി അവസാനിപ്പിക്കുന്നതിൽ ഭരണകൂടം നിയമവിരുദ്ധമായി പ്രവർത്തിച്ചുവെന്ന് ആരോപിച്ചായിരുന്നു കുടിയേറ്റക്കാരുടെ അവകാശ വക്താക്കൾ തിരക്കിട്ട് കോടതിയിൽ നിന്നും സ്റ്റേ നേടിയത്. ബുധനാഴ്ച നടന്ന US ഓപ്പണിൽ ഇറ്റാലിയൻ താരങ്ങളായ സാറ എറാനി, ആൻഡ്രിയ വാവസോറി ജോഡി മിക്സഡ് ഡബിൾസ് കിരീടം നിലനിർത്തി. $1 മില്യൺ സമ്മാന തുക നേടി. ഇഗ സ്വിയാറ്റെക്, കാസ്പർ റൂഡ് എന്നീ പോളിഷ് നോർവീജിയൻ ജോഡിയെ 6-3, 5-7, 10-6 എന്ന സ്കോറിന് പരാജയപ്പെടുത്തിയാണ് അവർ കിരീടം നേടിയത്. കനത്ത മഴയെ അവഗണിച്ച് ആയിരക്കണക്കിന് ആരാധകരാണ് ഫൈനൽ മത്സരം കാണാനെത്തി. ഗർഭചിത്ര ഗുളികകളെ ചൊല്ലിയുള്ള ചൂടേറിയ US യുദ്ധം വീണ്ടും ചൂടുപിടിച്ചു. എല്ലാ ഗർഭചിത്രങ്ങളും നിരോധിച്ചിരിക്കുന്ന ടെക്സസിലെ അറ്റോർണി ജനറൽ കെൻ പാക്സ്റ്റൺ ടെക്സാസിൽ ഗർഭചിത്ര ഗുളികകൾ വിതരണം നടത്തിവന്ന 2 സംഘടനകൾക്കും ഒരു വ്യക്തിക്കും അടിയന്തര വിലക്കൽ കത്തുകൾ അയച്ചു. അവർ ഗർഭചിത്ര ഗുളികകൾ ടെക്സസിലെ ആളുകൾക്ക് അയക്കുകയോ അല്ലെങ്കിൽ അവ അയക്കാൻ സൗകര്യമൊരുക്കുകയോ ചെയ്തതായി അദ്ദേഹം ആരോപിച്ചു. അവരുടെ ആരോപണ വിധേയമായ പ്രവർത്തനങ്ങൾ നിർത്തിയില്ല എങ്കിൽ കേസെടുക്കുമെന്ന് പാക്സ്റ്റൺ ഭീഷണിപ്പെടുത്തി. ഈ ഗർഭചിത്ര മയക്കുമരുന്ന് സംഘടനകളും പ്രവർത്തകരും നിയമത്തിന് അതീതരല്ല. ഈ നിയമവിരുദ്ധമായ പെരുമാറ്റം ഉടൻ അവസാനിപ്പിക്കാൻ താൻ ഉത്തരവിട്ടതായി പാക്സ്റ്റൺ ഒരു വാർത്താക്കുറിപ്പിൽ പറഞ്ഞു. പുത്തൻ പരിഷ്കാരങ്ങൾ തിരിച്ചടിച്ചതിനെ തുടർന്ന് ഉപഭോക്തൃ ബഹിഷ്കരണം തുടരുന്നതിനിടെ US-ലുടനീളം ഏകദേശം 2,000 സ്റ്റോറുകളുള്ള ടാർഗറ്റിന്റെ വിൽപ്പനയിൽ കുത്തനെ ഇടിവ് തുടരുന്നു. ഇതോടെ ടാർഗറ്റിന്റെ സിഇഒയുടെ കസേരയും തെറിച്ചു. നിലവിലെ സിഇഒ ബ്രയാൻ കോർണലിന് പകരം അടുത്ത വർഷം ടാർഗറ്റിന്റെ ചീഫ് ഓപ്പറേറ്റിംഗ് ഓഫീസറായ മൈക്കൽ ഫിഡൽക്കെ ചുമതലയേൽക്കുമെന്ന് കമ്പനി ബുധനാഴ്ച പറഞ്ഞു. 2014-ൽ സിഇഒ ആയപ്പോൾ കോർണൽ കമ്പനിയെ വീണ്ടും ഊർജ്ജസ്വലമാക്കാൻ സഹായിച്ചു. എന്നാൽ കോവിഡ് പാൻഡമിക്കിന് ശേഷം കൂടുതൽ മത്സരാധിഷ്ഠിതമായ റീറ്റെയിൽ മേഖലയിൽ ദുർബലമായ
വിൽപ്പന തിരിച്ചുപിടിക്കാൻ ബ്രയാൻ കോർണലിന് സാധിച്ചില്ല എന്നാണ് സൂചന. US-ലുടനീളം ഏകദേശം 2000 സ്റ്റോറുകളുള്ള ടാർഗറ്റിന്റെ വിൽപ്പന 2025 ആദ്യ പാദത്തിൽ പ്രതീക്ഷിച്ചതിലും കൂടുതൽ ഇടിഞ്ഞു. വർഷത്തിന്റെ ശേഷിക്കുന്ന കാലയളവിൽ വിൽപ്പന കുറയുന്നത് തുടരുമെന്ന് റീറ്റെയിലർ ഈ വർഷം ആദ്യം മുന്നറിയിപ്പ് നൽകി. താരിഫുകളുടെ ആഘാതത്തെയും സമ്പദ് വ്യവസ്ഥയുടെ അവസ്ഥയെയും കുറിച്ചുള്ള ആശങ്കകൾ കാരണം ആളുകൾ ചെലവ് കുറയ്ക്കുകയാണ് എന്ന് ടാർഗറ്റ് പറഞ്ഞു. ഉപഭോക്തൃ ബഹിഷ്കരണങ്ങൾ വിൽപ്പനയെ ബാധിച്ചുവെന്നും കമ്പനി പറഞ്ഞു. കാനഡയിലെ ഉപഭോക്താക്കൾക്ക് ആപ്പിൾ ഐഫോൺ ഇനി സ്വന്തമായി റിപ്പയർ ചെയ്യാം. കാനഡയിൽ ആപ്പിൾ അവരുടെ ഉപഭോക്താക്കൾക്കായി അവരുടെ ഡിവൈസുകൾ സ്വയം നന്നാക്കാനുള്ള പദ്ധതി അവതരിപ്പിച്ചു. സെൽഫ് സർവീസ് റിപ്പയർ പ്രോഗ്രാം എന്ന് വിശേഷിപ്പിക്കുന്ന ഈ പദ്ധതിയിൽ ഉപകരണങ്ങൾ നന്നാക്കാൻ ആവശ്യമായ സ്പെയർ പാർട്സ്, ടൂൾസ്, മാനുവൽ എന്നിവ ലഭിക്കും. ഐഫോൺ നന്നാക്കാനുള്ള ചെലവ് ഗണ്യമായി കുറയ്ക്കാൻ പ്രോഗ്രാം സഹായിക്കും. വർഷങ്ങളായി ആപ്പിൾ ഡിവൈസുകൾ ഉപയോഗിക്കുന്ന പ്രത്യേകിച്ച് ഐഫോൺ ഉപഭോക്താക്കൾ അവരുടെ ഡിവൈസുകൾ നന്നാക്കാനുള്ള അവകാശം ആവശ്യപ്പെടുന്നുണ്ട്. ഐപാഡുകൾ, ഐഫോണുകൾ, മാക്കുകൾ എന്നിവ നന്നാക്കാൻ പ്രോഗ്രാമിലൂടെ ഉപഭോക്താക്കൾക്ക് സാധിക്കുമെന്ന് ആപ്പിൾ വ്യക്തമാക്കി. ഈ ന്യൂസ് ബുള്ളറ്റിൻ അവസാനിച്ചു. നന്ദി.